നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. അതായത് ഇൻസ്റ്റഗ്രാമത്തിൽ നമുക്ക് തുറക്കാൻ പറ്റില്ല, കാരണം അവരമ്മാതിരി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. സോ കുറച്ച് ദിവസമായിട്ട് ഇപ്പം അല്ലെങ്കിൽ മാങ്ങ സീസൺ ആണല്ലോ, ഒരു ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് കിട്ടുന്ന അച്ചാറെന്നും പറഞ്ഞിട്ട് ഒരു അച്ചാർ വീഡിയോ പണ്ടൊക്കെ ഇറങ്ങിയാണ്, പക്ഷെ ഇപ്പോൾ കുറച്ചധികമായിട്ട് അത് കുറച്ച് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പേഴ്സണലി ഓക്കെ എനിക്കിഷ്ടമായി. സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഉണ്ടാക്കാം. പായോ അങ്ങനെ പോവല്ലേ, നിങ്ങൾ ഫോളോ ചെയ്യണം, എപ്പിക്കാർ ഫോളോ ചെയ്തേക്കണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ ഭയങ്കര പിശുക്കാണ് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ കാണാനായിട്ട്. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, കമൻറ്റ് ചെയ്യണം, റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ ഇത് ഏത് കല്യാണത്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാനൊരു അസൽ തിരുവനന്തപുരംകാരിയാണ്, ഞങ്ങൾക്ക് അസൽ സദ്യയാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തതന്നേ ഉള്ളൂ. നല്ലെണ്ണ വീതി ചൂടായപ്പോൾ കടുകിട്ടു, കട്ടക്കായ ഇട്ടു. ചില വീഡിയോസിൽ ഉലുവ അങ്ങനെ തന്നെ ഇടുന്നുണ്ട്, പക്ഷെ അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ഇടങ്ങേറാവും, എനിക്കത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, നല്ല മണ്ണുള്ള ഉടങ്കലി മുളക്, നിങ്ങൾക്ക് കാന്താരിയോ പച്ചമുളകോ തൊണ്ടമുളകോ ഏത് വേണമെങ്കിലും ഇടാം. എന്നാലും ഇവൻ ഒരു വില്ലനല്ലേ, ആ മണം അച്ചാർ മുഴുവനും ഉണ്ടായിരുന്നു ഗൈസ്. ആ ഉണ്ടാക്കുന്ന സമയം ആ റൂം മൊത്തം ഉണ്ടായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിനാഗിരിയും തിളപ്പിച്ച് തണുത്ത കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് സംഭവം തിളപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിളച്ച ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഞാൻ 3 മാങ്ങയും 2 ക്യാരറ്റും സമാസമാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. അതായത് ക്യാരറ്റ് ഇച്ചിരി വലുതായിരുന്നു, മാങ്ങ ചെറുത്. ഇനി ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൂത്രം കൂടെ ചേർക്കണം, അതെന്താ പറയാൻ ഞാൻ. പിന്നീടാ ഇത് ചില വീഡിയോസിൽ നിങ്ങളും കണ്ടാണ്, ആ തിളച്ചതിലിട്ട് ഈ മാങ്ങയും ക്യാരറ്റും കൂടെ വേവിക്കണമായിട്ട്. അത് അത്ര കൊള്ളില്ല കേട്ടോ. മാങ്ങയും ക്യാരറ്റും എന്ത് കഴിഞ്ഞ് എന്തിനാ ഉള്ള, പക്ഷെ ഇത് സെറ്റാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം മക്കളെ, കിഡിലായിട്ടാണ്. പിന്നെ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ക്യാരറ്റിന് മധുരമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എടുത്തതിൽ ഒരു മാങ്ങ ചെനച്ചതായിരുന്നു, അതുകൊണ്ട് ഞാൻ പഞ്ചസാര സ്കിപ്പ് ചെയ്തു. പിന്നെ പുറത്തുകൂടി ഉലുവപ്പൊടിയും കൂടെ ഇട്ട് സംഭവം ഞെട്ടിച്ച് മക്കളെ, ഞെട്ടിച്ച്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ഇടാം. മാങ്ങ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.